പ്രവാസ ലോകത്തെ തിരക്കുകൾക്കിടയിൽ അമ്മയുണ്ടാക്കിത്തരുന്ന ആ നാടൻ രുചി നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? എങ്കിലിതാ വയനാടിന്റെ തനത് കാർഷിക വിളകൾ വമ്പൻ വിദേശ വിപണിയിലെത്തിക്കുന്ന വയനാട് എക്സ്പോർട്സ് യുവ സംരംഭകനായ സിബു മാത്യുവിന്റെ നേതൃത്വത്തിൽ മിനിമൽ പ്രോസസ്സിംഗ് വഴി 40 ഡിഗ്രിയിൽ ബ്ലാസ്റ്റ് ഫ്രീസ് ചെയ്താണ് ഇവിടെ ഭക്ഷ്യവസ്തുക്കൾ തയ്യാറാക്കുന്നത്. ഇതിലൂടെ ഭക്ഷണത്തിന്റെ രുചിയും മണവും പോഷകഗുണങ്ങളും ഒട്ടും ചോരാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നു. പ്രിസർവേറ്റീവുകൾ ഒന്നുമില്ലാതെ ദീർഘകാലം കേടുകൂടാതെയിരിക്കും. മെഷീനിൽ തയ്യാറാക്കിയ ലെയറുള്ള പൊറോട്ടകൾ, വാഴയിലയിൽ പൊതിഞ്ഞ ഇലയട, ഇടിയപ്പം, കട്ട് വെജിറ്റബിൾസ് തുടങ്ങി അച്ചാർ വരെ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നു. ഈ സംരംഭത്തിന് പിന്നിൽ നാടിന്റെ കൈത്താങ്ങുണ്ട്. 70% വരുന്ന പ്രാദേശിക സ്ത്രീ തൊഴിലാളികളാണ് ഇതിന്റെ കരുത്ത്. കൃഷിയെയും വിപണിയെയും കോർത്തിണക്കുന്ന വയനാട് എക്സ്പോർട്സ്. കാർഷിക മേഖലയിലേക്ക് കടന്നുവരാൻ പൊതുവെ മടിയുള്ളവരാണ് ഇന്നത്തെ യുവതലമുറ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മാതാപിതാക്കൾ ഉയർത്തിക്കൊണ്ടുവന്ന കാർഷിക സംരംഭം സ്വന്തം തൊഴിൽ മേഖലയായി തിരഞ്ഞെടുത്ത് നേട്ടം കൊയ്യുകയാണ് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലെ സിബു മാത്യു. ഷാജി മാത്യു, സൂസൻ ഷാജി എന്നിവരുടെ 30 വർഷങ്ങൾ പാരമ്പര്യമുള്ള വയനാട് എക്സ്പോർട്സ് എന്ന കാർഷിക സംരംഭത്തിന് നേതൃത്വം നൽകി വരികയാണ് മകനായ സിബു മാത്യു. ഒപ്പം താങ്ങും തണലുമായി ഭാര്യ എറിൻ സാറ തോമസും. നഗരവത്കരണവും തിരക്കേറിയ ജീവിതശൈലിയും കാരണം കൂടുതൽ പേരും ഇന്ന് റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് ഭക്ഷണങ്ങളെ ആശ്രയിക്കുന്നവരാണ്. ആവശ്യക്കാർ ഏറെയുള്ളത് പുറം രാജ്യങ്ങളിലും. നമ്മുടെ പ്രാദേശിക വിഭവങ്ങൾ അതേ രുചിയോടും തനിമയോടും കൂടി കഴിക്കാൻ ഏത് പ്രവാസിയാണ് ആഗ്രഹിക്കാത്തത്? എന്നാൽ ഉത്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ അവയുടെ സൂക്ഷിപ്പുകാലം ഒരു വെല്ലുവിളിയാണ്. ഭക്ഷണപദാർത്ഥങ്ങൾ ഏറെയും പെട്ടെന്ന് കേടാകുന്നതാണ്. എന്നാൽ മിനിമൽ പ്രോസസ്സിംഗ് ചെയ്ത ഫ്രോസൺ ചെയ്ത ഭക്ഷണപദാർത്ഥങ്ങൾ കേടാകാതെ ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. അതുപോലെ കയറ്റുമതിയും ചെയ്യാം. ഈ ഒരു ആശയത്തിൽ നിന്നാണ് വയനാട് എക്സ്പോർട്സ് എന്ന സംരംഭം രൂപം കൊണ്ടത്. ഇന്നിവിടെ മിനിമൽ പ്രോസസ്സിംഗ് ചെയ്ത ഫ്രോസൺ ചെയ്ത ഭക്ഷണപദാർത്ഥങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ പല രാജ്യത്തിലേക്കും കയറ്റുമതി ചെയ്യുന്നു. എല്ലാവിധ സഹായങ്ങളുമായി കൃഷിഭവനും കൂടെയുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായവും ലഭിച്ചിട്ടുണ്ട്. കൃഷിഭവനിൽ നിന്നും ഒരുപാട് സബ്സിഡീസും കാര്യങ്ങളുമൊക്കെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ കൂടുതലും കൃഷി സംബന്ധമായ അഗ്രികൾച്ചർ ബേസ്ഡ് ആയുള്ള പ്രോഡക്റ്റ്സാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ നാടൻ ഐറ്റംസായ കപ്പ, ചക്ക, മാങ്ങ, മുരിങ്ങയ്ക്ക, പിന്നെ ചേന, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അങ്ങനെ പല ഐറ്റംസും നമ്മൾ ഇവിടുന്ന് ഫ്രോസണായിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ SHMൻ്റെ സബ്സിഡീസ് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ നമുക്കൊരു 10 lakhോളം നമുക്ക് പാക്ക് വെയർ ഹൗസിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. പാക്ക് ഹൗസിൻ്റെ ഫെസിലിറ്റിക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോൾഡ് സ്റ്റോറിന് നമുക്കൊരു 7 lakhോളം കിട്ടിയിട്ടുണ്ട്. കൃഷിഭവൻ്റെ ഒക്കെ സൈഡിൽ നിന്ന് നമുക്ക് ഒരുപാട് സപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. നമുക്ക് ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള ഒരുപാട് സഹായങ്ങളും ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട്. അത് പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല. എന്നാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ ഗവൺമെൻറ് സഹായിക്കുന്നതാണ്. നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ടൊരു 30 വർഷത്തിന് മേലായി. അപ്പം നമുക്ക് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങളും സബ്സിഡികളും ഇന്നേ വരെ ലഭിച്ചിട്ടുണ്ട്. മിനിമൽ പ്രോസസ്സിംഗ് വഴി ഭക്ഷണത്തിന്റെ യഥാർത്ഥ മണവും രുചിയും ഘടനയും നിലനിർത്തി പോഷകഗുണം തെല്ലും ചോരാതെ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. സ്വാഭാവിക ഗുണനിലവാരം നിലനിർത്തുന്നതിലൂടെ അന്താരാഷ്ട്ര വിപണിയിലും മിനിമൽ പ്രോസസ്സിംഗ് ചെയ്ത ഭക്ഷണപദാർത്ഥങ്ങൾക്ക് വിപണി സാധ്യതകളേറെയാണ്. ഈ നമ്മുടെ ഫ്രോസൺ സെക്ഷനാണ്. ഇവിടെ നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മെയിനായിട്ട് ഇഡലി, പാലപ്പം, വെള്ളയപ്പം,
പൊറോട്ട ഡിഫറെൻറ്റ് സൈസിലും ഒക്കെയുള്ള നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മൾക്ക് വെജിറ്റബിൾ സെക്ഷനുണ്ട്. അവിടെ പലതരത്തിലുള്ള വെജിറ്റബിൾ സാമ്പാർ മിക്സ്, അവിയൽ മിക്സ് ഇതെല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് 4 മണിക്ക് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള പരിപ്പ് വട, ഉഴുന്നുവട, അങ്ങനത്തെ കുറേ ഐറ്റംസ് നമ്മളിവിടെ, ബനാന ഫ്രൈ, അങ്ങനെ പല ഐറ്റംസും നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത ശേഷം പാക്ക് ചെയ്ത് ഇതിനെ ബ്ലാസ്റ്റ് ഫ്രീസറിലാക്കി നമ്മൾ ഒരു -40 ഡിഗ്രിയിൽ ബ്ലാസ്റ്റ് ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മളതിനെ -80 ഡിഗ്രി ഫ്രീസ് ചെയ്തിട്ടതിന് ശേഷമാണ് നമ്മളതിനെ ഡിസ്പാച്ച് ചെയ്യുന്നത്. അതായത് നമ്മൾ കുറേ രാജ്യങ്ങളിലേക്ക്, മെയിൻലി നമ്മൾ USA, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK അങ്ങനെ ഡിഫറെൻറ്റ് കൺട്രികളിലേക്ക് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. നിലവിൽ 100ഓളം തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അതിൽ 70% പേരും സ്ത്രീകളാണ്. വയനാട് എക്സ്പോർട്സിന്റെ മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റുകളിലെ കണ്ണിന് വിരുന്നൊരുക്കുന്ന കാഴ്ചകളാണിത്. പാചകപ്പുരയിൽ തയ്യാറാകുന്ന രുചിയൂറുന്ന ഗുണമേറുന്ന വിവിധതരം പ്രഭാത ഭക്ഷണങ്ങൾ. ഒരു വശത്ത് പുട്ടുകുറ്റികളിൽ നിറയെ ആവിയിൽ വേകുന്ന പുട്ട്, മറുവശത്ത് വെളുത്ത മൃദുവായ ഇഡ്ഡലികൾ പാക്കിങ്ങിനായി ഇളക്കി തട്ടുകയാണ്. കൂടാതെ പാകം ചെയ്ത പാലപ്പം, ഇടിയപ്പം, പൊറോട്ട, ഇലയടക്കി തയ്യാറാക്കി വച്ചിരിക്കുന്ന കൊതിയൂറും ഇലയടക്കൂട്ട്, അങ്ങനെ മലയാളികളുടെ എല്ലാവിധ പ്രഭാത ഭക്ഷണങ്ങളും ഇവിടെ കാണാം. വയനാട് എക്സ്പോർട്സിലൂടെ വർഷം തോറും ഏകദേശം 300 ടണ്ണോളം പച്ചക്കറി, 200 ടണ്ണോളം പൊറോട്ട, 100 ടൺ പ്രഭാത ഭക്ഷണം, 100 ടൺ 4 മണി പലഹാരങ്ങൾ, 200 ടൺ തേങ്ങ, 500 ടൺ മിക്സ്ചർ, ചിപ്സ്, മുറുക്ക് തുടങ്ങിയവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഓരോ രാജ്യങ്ങളിലെയും ഓർഡർ അനുസരിച്ച് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുകയാണിവിടെ. പൊറോട്ട മാവ് കുഴച്ച് അടിച്ച് റോളാക്കി അടുപ്പിൽ പാകം ചെയ്യുന്ന കാഴ്ചകൾ കാണാം. യന്ത്രം ഉപയോഗിച്ചും ഇവിടെ പൊറോട്ട തയ്യാറാക്കുന്നു. കൂടുതൽ എണ്ണം വേഗത്തിലുണ്ടാക്കാൻ ഇത് സഹായിക്കുന്നു. തയ്യാറാക്കിയ പൊറോട്ടകൾ പാക്ക് ചെയ്യുന്നതിനായി എണ്ണമനുസരിച്ച് അടുക്കി വയ്ക്കുന്നു. അതിനുശേഷം പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്യുന്നു. എന്നിട്ട് ലേബൽ ചെയ്ത കവറിലാക്കി വയ്ക്കുന്നു. ഇടിയപ്പം, ജിലേബി എന്നിവയും ഉണ്ടാക്കിയതിനു ശേഷം തൂക്കമനുസരിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി ലേബൽ ചെയ്ത് ബോക്സുകളിലാക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ ബോക്സുകൾ മെറ്റൽ ഡിറ്റക്ടർ യന്ത്രത്തിലൂടെ കയറ്റിവിടുന്നു. യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് പാക്കറ്റുകളിലും ബോക്സുകളിലും ലേബലിംഗ് ചെയ്യുന്നത്. പാക്ക് ചെയ്തു വച്ചിട്ടുള്ള പെട്ടികൾ 40 ഡിഗ്രി സെൽഷ്യസിൽ ബ്ലാസ്റ്റ് ഫ്രീസ് ചെയ്തതിനു ശേഷം പെട്ടികൾ യന്ത്രത്തിന്റെ സഹായത്തോടെ കെട്ടി റാക്കുകളിലായി അടുക്കി വയ്ക്കുന്നു. അതിനുശേഷം 18 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ള ഡിസ്പാച്ച് ഏരിയയിലേക്ക് മാറ്റുന്നു. ബ്ലാസ്റ്റ് ഫ്രീസിംഗ് വഴി ഭക്ഷണത്തിന്റെ ഗുണമേന്മ നിലനിർത്താനും കേടുകൂടാതെ കൂടുതൽ കാലം സൂക്ഷിക്കാനും സഹായിക്കുന്നു. വേഗത്തിൽ മരവിപ്പിക്കുന്നത് കാരണം ഉപരിതലത്തിൽ രൂപപ്പെടുന്ന ഐസ് പാളി ഭക്ഷണത്തെ കേടുപാടുകളിൽ നിന്നും നിർജ്ജലീകരണത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. ഫ്രോസൺ ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളോടൊപ്പം കട്ട് വെജിറ്റബിൾസും ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നുണ്ട്. കട്ട് വെജിറ്റബിൾസ് പാക്ക് ചെയ്യുന്നത് 18 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ള കോൾഡ് റൂമിൽ വെച്ചിട്ടാണ്. കൃത്യം അളവിൽ മുറിച്ച മുരിങ്ങയ്ക്ക തൂക്കം നോക്കി പാക്ക് ചെയ്യുകയാണിവിടെ. വയനാട് എക്സ്പോർട്ടിന്റെ മറ്റൊരു കയറ്റുമതി ഇനമാണ് ലഘു ഭക്ഷണ പദാർത്ഥങ്ങൾ. 4 മണി പലഹാരങ്ങൾ, മിക്സ്ചർ, അച്ചാർ, ചുക്ക് കാപ്പിപ്പൊടി തുടങ്ങിയവയും ഇവിടെയുണ്ടാക്കി കയറ്റുമതി ചെയ്യുന്നു.
വ്യത്യസ്തമായ ഇനങ്ങൾ തൂക്കം നോക്കുകയും പാക്കറ്റുകളിലാക്കുകയും ചെയ്യുന്നു. യന്ത്രത്തിന്റെ സഹായത്തോടെയും ഇവിടെ പാക്കിംഗ് നടത്തുന്നു. വേഗത്തിൽ കൂടുതൽ എണ്ണം പാക്ക് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ചിരകിയ തേങ്ങയുടെ ഉത്പാദന യൂണിറ്റാണ് അടുത്തതായി നമ്മൾ കാണുന്നത്. കർഷകരിൽ നിന്നും സംഭരിച്ച തേങ്ങകൾ ഇവിടെ കൊണ്ടുവന്ന് തേങ്ങ പൊതിച്ച് ചകിരി കളഞ്ഞ് യന്ത്രമുപയോഗിച്ച് വൃത്തിയാക്കുകയാണിവിടെ. വൃത്തിയാക്കിയ തേങ്ങകൾ പൊട്ടിച്ച് ഗ്രേറ്റിംഗ് യന്ത്രത്തിൽ ചിരവുന്നു. ചിരകിയ തേങ്ങയിലെ പൊടികളും മുറിഞ്ഞ ചിരട്ട കഷ്ണങ്ങളും മാറ്റി വൃത്തിയാക്കുകയാണിവിടെ. തൂവെള്ള നിറത്തിലുള്ള ചിരകിയ തേങ്ങ തൂക്കത്തിനനുസരിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി പാക്ക് ചെയ്യുന്നു. ബ്ലാസ്റ്റ് ഫ്രീസ് ചെയ്തതിനു ശേഷം കയറ്റുമതിക്കായി കയറ്റിവിടുന്നു. വയനാട് എക്സ്പോർട്സിന്റെ വളർച്ചയ്ക്ക് വേണ്ട ഭാവി പദ്ധതികളും സിബു മാത്യുവിന്റെ മനസ്സിലുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാൻ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. നമുക്ക് പുതിയൊരു യൂണിറ്റ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ മെയിനായിട്ട് നമ്മൾ പിക്കിൾ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഫിഷ് പിക്കിൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ പത്തനംതിട്ട ജില്ല എപ്പോഴും ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ കൂടുതൽ പ്രാധാന്യത്തോടെ നോക്കുന്ന ഒരു ജില്ലയാണ്. നമ്മുടെ ആദ്യം തന്നെ റബ്ബർ കൃഷിയിലേക്ക് പോയ ഒരു ജില്ലയായിരുന്നു. അതിനുശേഷം അതിൻ്റെ റബ്ബർ മാറി വന്നപ്പോൾ കൂടുതൽ ഫ്രൂട്ട് പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കൾട്ടിവേഷൻ തുടങ്ങി. ആ സമയത്തെല്ലാം ഈ ഒരു വിസ്തൃതി വ്യാപനത്തിന് വേണ്ടി നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മിഷന് വളരെയധികം കർഷകരുടെ നട്ടെല്ലായിട്ട് തന്നെ നിന്നു എന്ന് പറയാം. അതിനുശേഷം നമ്മൾക്ക് ഈ പ്രോസസ് ഈ ഉണ്ടായ ഫലവർഗ്ഗങ്ങളും മറ്റും എങ്ങനെ കൂടുതൽ വിലയ്ക്ക് വിൽക്കാം, എങ്ങനെ കർഷകർക്ക് കൂടുതലായി ഒരു വരുമാനം കിട്ടാമെന്നുള്ളതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ പ്രോസസ്സിംഗ് മേഖലയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിൽ 2021 മിനിമൽ പ്രോസസ്സിങ്ങിൽ ശ്രീമതി സൂസൻ ഷാജി നടത്തി വരുന്ന വയനാട് എക്സ്പോ എന്നുള്ള ഒരു സ്ഥാപനവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. ശരിക്കും ഏതാണ്ട് 47 ലക്ഷം രൂപയുടെ പ്രോജക്റ്റായിരുന്നു അവരുടേത്. അതിൽ നമ്മുടെ സബ്സിഡി ആയിട്ട് 10 ലക്ഷം രൂപയാണ് നൽകിയിരുന്നത്. അതിനോടനുബന്ധിച്ച് ഇതിൽ നമ്മൾ പ്രോസസ്സിങ് നടത്തുമ്പോൾ അതിൻ്റെ ആ രുചി തനിമ നിലനിർത്താൻ വേണ്ടി കോൾഡ് സ്റ്റോറേജ് അത് വന്നു കഴിഞ്ഞപ്പോഴാണ് അടുത്ത വർഷം 22-23 നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ തനിമ നിലനിർത്തുന്നതിന് വേണ്ടി 22-23 വയനാട് എക്സ്പോയ്ക്ക് വീണ്ടും അവരുടെ ഒരു കോടിയുടെ പ്രോജക്റ്റിന് ആണ് അവർ ഏറ്റെടുത്ത് നടത്തിയത്. നമ്മൾ 7 ലക്ഷം രൂപ മാത്രമാണ് പക്ഷേങ്കിൽ ഒരു സഹായം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ നമ്മൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റേത് നൽകുകയുണ്ടായി. ഈ ഒരു സ്ഥാപനം ഇന്നിപ്പോൾ ഒരു വർഷം 30 കോടി രൂപയോളം വിറ്റുവരവുള്ള ഒരു സ്ഥാപനമാണ്. 30 കോടി രൂപ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രധാന പ്രോഡക്ട്സ് എല്ലാം തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആണ്, എക്സ്പോർട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വിദേശ നാണ്യം 30 കോടി ഒരു വർഷം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളായ ആൾക്കാർ വളരെയധികം ഓസ്ട്രേലിയയിലും US ഒക്കെ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് നാടിൻ്റെ രുചി കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഇവിടുന്ന് ഉദാഹരണത്തിന് ചക്ക നമുക്ക് ആ സീസൺ മാത്രം കിട്ടുന്ന സാധനമാണ്. പക്ഷേ അത് സീസൺ അല്ലാത്തപ്പോഴും ഇത് അവൈലബിൾ ആക്കാൻ വേണ്ടി ഇവിടെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഈ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ സീസണിൽ കിട്ടുന്ന ചക്കയും മറ്റും ഫ്രീസറിൽ സംഭരിച്ചുകൊണ്ട് അതിനെ വീണ്ടും ഓഫ് സീസൺ സമയത്ത് അങ്ങനെ എല്ലാ വർഷം മുഴുവനും നമ്മളുടെ ഇവിടുന്ന് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇത് മാത്രമല്ല നമ്മളുടെ മലയാളി രുചികൾ അന്യനാട്ടിൽ കിട്ടുന്നതിന് വേണ്ടി സാമ്പാർ മിക്സ്, അവിയൽ മിക്സ്, അതുപോലെ പലതരം പച്ചക്കറികൾ കട്ട് വെജിറ്റബിൾസായിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മേഖലയിലെ സമഗ്രമായ ഒരു വികസനമാണ് ഇതുവഴി നടക്കുന്നത്. കർഷകർക്ക് മാക്സിമം വില കിട്ടുകയും
അതേസമയം ഈ സംരംഭത്തിൽ ഏർപ്പെടുന്നവർക്ക് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകുകയും കൂടുതൽ ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് തിരിയാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ആൾക്കാർക്ക് ഒരു ജോലി കിട്ടുന്നു. ഞാൻ നമ്മുടെ കൃഷിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ സാഹചര്യമില്ല. അതേസമയം നമുക്കിവിടെ ഉള്ളതെന്ന് പറയുന്നത് വിദ്യാസമ്പന്നരായ ആൾക്കാരാണ്. അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ സംഭരിച്ചു കൊണ്ട് വരുന്ന സാധനങ്ങൾ ഇവിടുന്ന് നമുക്കുള്ള ടെക്നോളജി നമുക്കുണ്ട്. അപ്പോൾ ആ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോസസ്സ് ചെയ്ത് വിടുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർ കൂടുതൽ കൃഷിയിലേക്ക് ചെല്ലാനും അതുവഴി നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മുടെ നാടിന് കൂടുതൽ വികസനം ഉണ്ടാകുവാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംരംഭത്തിനാണ് ഈ ഹോർട്ടിക്കൾച്ചർ മിഷന്. നമുക്കറിയാം, ഹോർട്ടിക്കൾച്ചർ മിഷനിൽ പഴം, പച്ചക്കറികൾ, പുഷ്പങ്ങൾ, ഇവയ്ക്കെല്ലാം തോട്ടവിളകൾ, ഇവയ്ക്കെല്ലാമായിട്ടുള്ള ഒരു വികസനത്തിന് വേണ്ടി ഒരു മിഷൻ മോഡിലാണ് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ കൃഷിയെ ആകർഷകമായ ഒരു തൊഴിൽ വേദിയാക്കുകയാണ് സിബു മാത്യു. കാർഷിക രംഗത്തെ നൂതന ആശയങ്ങളെ മനസ്സിലാക്കി പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃഷി എങ്ങനെ ലാഭകരമാക്കാമെന്നും എങ്ങനെ ഒരു സംരംഭത്തെ വിജയത്തിലേക്ക് നയിക്കാമെന്നും കാണിച്ചു തരികയാണ് വയനാട് എക്സ്പോർട്സിലൂടെ. കാലത്തിനനുസരിച്ചുള്ള ആളുകളുടെ അഭിരുചിക്കനുസരിച്ച് നമ്മുടെ യുവതലമുറയ്ക്കും സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാം. സിബു മാത്യുവിനെ പോലെ കൃഷിയെ സുസ്ഥിരമായ ഭാവിയിലേക്ക് നയിക്കാൻ നമ്മുടെ യുവതലമുറയ്ക്ക് കഴിയട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് സിബു മാത്യു 9961716909.